എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറും കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറുമായ ശ്രീലേഖ ആർ അവരിന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കേരളത്തിലെ പുതിയ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, വിദ്യാർത്ഥിനികൾക്ക് പീരീഡ് സമയം 3 ദിവസം അവധി. ഇതിനെതിരെയാണ് ശ്രീലേഖ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിൻ്റെ താഴെ. ശ്രീലേഖയുടെ അഭിപ്രായത്തോടെ ഞാൻ 100% യോജിക്കുന്നു. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം അവധിയല്ല നൽകേണ്ടത്. പകരം സ്കൂളിൽ വൃത്തിയുള്ള ശൗചാലയം, അതുപോലെ തന്നെ ശൗചാലയത്തിൽ 24 മണിക്കൂർ സ്കൂൾ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ശുദ്ധജലത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനികളുടെ ശൗചാലയത്തിന് സമീപത്ത് തന്നെ നാപ്കിൻ മിഷൻ സ്ഥാപിക്കുക. അതിൽ നാപ്കിൻ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. വെറുതെ മിഷൻ സ്ഥാപിച്ചിട്ട് മാത്രം പോരാ, നാപ്കിൻ്റെ ലഭ്യതയും കൂടി ഉറപ്പുവരുത്തണം. പിന്നെ ചില വിദ്യാർത്ഥിനികൾക്ക് ഈ പീരീഡിൻ്റെ സമയത്ത് അതിഭയങ്കരമായ വയറുവേദനയും മറ്റും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വേദനാസംഹാരികൾ നൽകുക. അതും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടെ മാത്രം സൗജന്യമായി വേദനാസംഹാരികൾ നൽകുക. കൂടെ ഒരു വനിതാ സ്റ്റാഫിൻ്റെ സാന്നിധ്യം ഇവരുടെ ഒപ്പം ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. അല്ലാതെ 3 ദിവസം മാസത്തിൽ അവധി കൊടുക്കുകയല്ല വേണ്ടത്. ഒരു അധ്യയന വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസമാണ്. അപ്പോൾ ഒരു മാസം 3 ദിവസം അവധി ആവുമ്പോൾ ഒരു വർഷം 30 ദിവസം അവധി ഉണ്ടാവും. അപ്പോൾ അതിനെ പറയണത് ഈ നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ എക്സ്ട്രാ ക്ലാസ്സുകളിൽ കൂടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് നടക്കണ കാര്യമല്ല. കാരണം ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടെങ്കിൽ 20 കുട്ടികൾക്ക് പീരീഡ് ഒരേ ദിവസമല്ല വരിക, വ്യത്യസ്തമായ ദിവസങ്ങളിലാണ് വരിക. അപ്പോൾ 3 ദിവസം വെച്ചിട്ട് 20 കുട്ടികൾ പല ദിവസം അവധിയെടുക്കുമ്പോൾ കുട്ടികൾക്ക് പല പോർഷനുകളാണ് നഷ്ടപ്പെടുക. അതെങ്ങനെ നിങ്ങൾ എക്സ്ട്രാ ക്ലാസ് എടുത്ത് കവർ ചെയ്ത് കൊടുക്കും? അത് നടക്കണ കേസല്ല. അതുകൊണ്ട് ശ്രീലേഖ പറഞ്ഞ പോലെ തന്നെയുള്ള സൗകര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും നമസ്കാരം.